നമസ്കാരം. ഇന്നലെ രാജ്യസഭയിൽ നരേന്ദ്രമോദി വന്നു പ്രൗഢഗംഭീരമായിട്ടൊരു പ്രഭാഷണം നടത്തി. ആദ്യമൊക്കെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി. അപ്പോൾ തൻ്റെ ലങ് പവർ കൊണ്ട് സിദ്ധമായിട്ടുള്ള ശബ്ദം കൊണ്ട് അതിലും ഉജ്ജ്വല ശബ്ദാഠ്യനായി അദ്ദേഹം പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം തുടർന്നു. പ്രതിപക്ഷത്തിൻ്റെ ഈ സംഹാര പ്രവർത്തനങ്ങളെ എല്ലാം നിലം പരിശാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ശബ്ദം രാജ്യസഭയിൽ മുഴങ്ങി. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതിപക്ഷം പേടിച്ച് വന്ന വഴിയെ തിരിച്ചോടി, കണ്ടം വഴി ഓടി. കാരണം തങ്ങളുടെ ശബ്ദം കൊണ്ടും തന്ത്രം കൊണ്ടും തകർക്കാൻ പറ്റാത്ത ശക്തിയാണ് മോദി എന്നുള്ള ബോധ്യം വെളിപാട് അവർക്കുണ്ടായി. രക്ഷയില്ലാതെ പാർലമെൻറ്റ് വിട്ട് ഇറങ്ങി. അങ്ങനെ അപമാനിക്കാൻ ആര് വന്നു അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ മോദി സംസാരിച്ചു. മോദി സംസാരിച്ചത് ഇന്ത്യയുടെ അഭിമാനമാണ്. അതായത് ഒരു വികസിത രാജ്യമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ആയിട്ടുള്ള അമേരിക്ക ഇന്ത്യയോട് വാണിജ്യ കരാറിൽ ഒപ്പിടാൻ വേണ്ടി കേണപേക്ഷിച്ചു. ഇന്ത്യ നിന്ന നിലപാടിൽ തന്നെ നിന്നു. ഞങ്ങളുടെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരു സുഹൃത്തും എനിക്ക് വേണ്ട. കർഷകരുടെ കണ്ണീര് കണ്ടുകൊണ്ട് കർഷകരുടെ കണ്ണീരിന് കാരണമാകുന്ന ഒരൊറ്റ കരാറിലും ഒപ്പിടാൻ ഞാൻ തയ്യാറല്ല. കർഷകരുടെ താൽപ്പര്യം ബലി കഴിച്ചുകൊണ്ട് എനിക്കൊരു സൗഹൃദവും ഒരാളുമായിട്ടും വേണ്ട. അമേരിക്കയുടെ സൗഹൃദം പോകണമെങ്കിൽ പോട്ടെ, ട്രംപിൻ്റെ സൗഹൃദം പോകണമെങ്കിൽ പോട്ടെ, പക്ഷേ കർഷകരുടെ ഒപ്പം ഞാൻ നിൽക്കും. ആ വാക്ക് പാലിച്ചു. അവിടെ നിന്ന് 1 ഇഞ്ചോ 1 സെൻറ്റിമീറ്ററോ അനങ്ങിയില്ല മോദി. അമേരിക്ക ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കരാറിൽ ഒപ്പിടാൻ തയ്യാറാണ്. അമ്പേ എന്ന് 50% ഇനി 500 ആക്കുമെന്നും പറഞ്ഞ ചുങ്കം അവർ ഉപാധികളില്ലാതെ നിരുപാധികം 18% കുറച്ചു. നമ്മളുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ട്രംപ് സ്വന്തം മുഖം രക്ഷിക്കാൻ ചില ഊഹാപോഹങ്ങളിലെത്തുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടോണ്ട് അവൻ പേടിച്ച് റഷ്യയിൽ നിന്നുള്ള കച്ചവടമൊക്കെ കുറച്ചു. വാസ്തവത്തിൽ നമ്മൾ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വന്ന് ചർച്ച നടത്തി. നമ്മൾ എനർജി മേഖലയിൽ, ഊർജ്ജ മേഖലയിൽ പലതരത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറിലൊന്നും അങ്ങനെ ലംഘിക്കാൻ പറ്റുന്ന കരാറില്ല. അങ്ങനെ ലംഘിച്ച ചരിത്രം ഇന്ത്യക്ക് ഇല്ലതാനും, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കീഴിൽ. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇവിടെ വേറൊരു കാര്യം ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ തുടങ്ങി. അതിനെന്താ? പണ്ടേ നമ്മൾ എണ്ണ വാങ്ങിക്കുമായിരുന്നു. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യൻ കപ്പലുകൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കാതെ അവരുടെ കപ്പലുകൾ തീരമണഞ്ഞു. അവിടെ ഒരു സംഘർഷത്തിന് പോയില്ല. അവിടെ യുദ്ധമല്ല നമ്മൾക്ക് ആവശ്യം, എണ്ണയാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മളവിടെ പോയില്ല. അതുമാത്രമാണ് സംഭവിച്ചത്. അവിടെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അനിശ്ചിതത്വം ഉള്ളപ്പോൾ അതിപ്പോൾ റഷ്യയിലായാലും നമുക്ക് പോകാൻ പറ്റില്ല. റഷ്യയിൽ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ഭരണകൂടമുണ്ട്, സ്ഥിരതയുള്ളൊരു ഭരണകൂടമുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നു തുടരും. അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല വാങ്ങിക്കുന്ന, സ്വകാര്യ ഏജൻസികൾ, ജിയോ പെട്രോൾ, നയാര പെട്രോൾ ഇതൊക്കെ വാങ്ങിക്കുന്നു. റിലയൻസ് പെട്രോൾ കുറച്ചിട്ടുണ്ടായിരിക്കാം, അത് അവരുടെ കാര്യം. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് പൊതുമേഖലാ സംരംഭങ്ങളുമൊക്കെ ഇപ്പോഴും എണ്ണ വാങ്ങിക്കുന്നു, ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു, റിഫൈൻ ചെയ്യുന്നു, പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. ഒരു കുന്തവും ട്രംപും ചെയ്യാനില്ല, അമേരിക്കയും ചെയ്യാനില്ല. നമ്മൾ തുടരുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും ഉണ്ടാവുന്ന ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർ പറയുന്നത് കരാർ ഇങ്ങനെ അങ്ങ് ഒപ്പിട്ടത് ഞങ്ങളൊന്നും അറിയാതെയാണ്, ഒന്നിനും അതിനെപ്പറ്റി അറിഞ്ഞില്ല. അങ്ങനെയല്ല, കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല. 45 ദിവസത്തിനകം കരാർ ഒപ്പിടും. അമേരിക്കൻ പ്രതിനിധി ഇന്ത്യയിൽ വരും, ഇവിടെ വന്ന് കരാർ ഒപ്പിടും. ഇൻഡോ യൂറോപ്യൻ കരാറും അങ്ങനെ തന്നെയാണ് ഒപ്പിട്ടത്. ഓർമ്മയില്ലേ അത്? അതിനു മുമ്പ് യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സ്ത്രീ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടാൻ പോവുകയാണ് എന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഫോൺ സംഭാഷണത്തിലൂടെയാണ് ട്രംപുമായി സംഭാഷണം അല്ലെങ്കിൽ കരാറിൻ്റെ കാര്യം പുറത്തു വന്നതെങ്കിൽ മറ്റേത് അവർ ഏകപക്ഷീയമായിട്ട് പറയുകയായിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് മദർ ഓഫ് ആൾ ഡീൽസ് എന്നാണ് അതിനെ പറഞ്ഞത്. ഏറ്റവും അമ്മ
ആയിട്ടുള്ള കരാറ്, എല്ലാ കരാറുകളുടെയും അമ്മയായിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള കരാർ എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞത് നമുക്കത് ഓർമ്മയുണ്ട്. അതേ രീതിയിൽ തന്നെ പറഞ്ഞു. ഈ കരാർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. കരാർ ഒപ്പിട്ടു എന്ന് അർത്ഥമൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് ഇതിനകത്ത് രഹസ്യങ്ങളുണ്ട്, എല്ലാ രഹസ്യങ്ങളും പുറത്താവും. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മളറിയും. യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകളൊന്നും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നരേന്ദ്രമോദിയും ദേശസ്നേഹമുള്ള ഈ ഗവൺമെൻറ്റും ചെയ്യുകയില്ല. ചെയ്തുകൊണ്ട് അവർക്ക് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ താല്പര്യമില്ല. നെഹ്റു കുടുംബത്തിനെ പോലെയല്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്. അങ്ങനെ ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഭരണം നടത്തിയിരുന്നത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, അന്ന് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുമ്പോൾ 35 കോടി ജനങ്ങളെ ഉള്ളായിരുന്നു. എല്ലാവരെയും വേണമെങ്കിൽ പണക്കാരാക്കാമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നയങ്ങൾ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിമാനം, ചേരിചേരാ നയം, അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം, ഇതൊക്കെ മുദ്രാവാക്യമാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിത് പട്ടിണിയും പരിവട്ടവും ലോകത്തിലെ ഏറ്റവും പിന്നാക്ക രാജ്യം എന്നുള്ള നാണക്കേടും കുറേ നാൾ അനുഭവിച്ചത്. അതിൽ നിന്ന് കരകയറി വരികയാണ് നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് 35 കോടി പ്രശ്നങ്ങളാണ് ഞാൻ നേരിടുന്നത്. എന്താണ് ഈ 35 കോടി? അന്നുണ്ടായിരുന്ന 35 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ അവർക്ക് ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, എനിക്ക് 57 കോടി പ്രശ്നങ്ങളാണ് ഭണ്ഡാരമടങ്ങാൻ. അത് ഈ ഭാരതത്തിലെ 57 കോടി നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവരായിരുന്നു അന്ന് ചെറുപ്പക്കാർ, അവരെല്ലാമാണ് പ്രശ്നമെന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. ഇപ്പോൾ 140 ഉണ്ട്. അതിൻ്റെയൊക്കെ ഇരട്ടിയും കവിഞ്ഞുള്ള സംഖ്യ, ഏതാണ്ട് 3 ഇരട്ടിയോളം വരുന്ന സംഖ്യ, 150 കോടി ജനങ്ങളോളം ഉണ്ട്. അപ്പോൾ നരേന്ദ്രമോദി പറയുന്നു, ഇപ്പോഴും പറയുന്നു, എനിക്ക് 140 കോടി പരിഹാരങ്ങളുണ്ടെന്ന്. 140 കോടി പരിഹാരങ്ങളാണ്. ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ ഓരോരുത്തരും പരിഹാരമാണ്. ഇത്രയും വലിയ ജനസംഖ്യ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ മാർക്കറ്റായിട്ട് തീരുന്നത്. ആ മാർക്കറ്റായിട്ട് തീരുന്നതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ ഫ്രീ ട്രേഡ് കൺട്രീസും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് കരാറിന് വേണ്ടിയിട്ട് സാഹസപ്പെടുന്നത്, താല്പര്യപ്പെടുന്നത്. നരേന്ദ്രമോദിയെ കണ്ടിട്ടല്ല, ഈ ജനസംഘം ഇന്ത്യയിലെ ജനങ്ങളെ കണ്ടിട്ടാണ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ പരിഹാരമാണ്. ഇത്രയും വലിയ ജനസംഖ്യ ഇന്ത്യയെ ശക്തമാക്കുന്നു, മനുഷ്യ വിഭവ ശേഷി കൊണ്ടും ശക്തമാക്കുന്നു. ജർമ്മനിയും വന്നുപെട്ടു. ജർമ്മനിയിലേക്ക് മനുഷ്യ വിഭവശേഷി വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുകയാണ്. ചാൻസുകൾ വളരെ വലുതാണ് ജർമ്മനിയിലെ. ഒരു നൈപുണ്യവുമില്ലാത്ത ആൾക്കാരെയും അവിടെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. കാരണം വമ്പിച്ച തൊഴിലാവശ്യത്തിനുള്ള ആൾക്കാരുടെ ക്ഷാമം അവിടെ നേരിടുകയാണ്. വൻ ശമ്പളത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടാൻ അവർ തയ്യാറാണെന്ന് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്ന് അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഇന്ത്യ അവർക്കെല്ലാം വലിയൊരു ആശ്വാസമാണ്. അവിടെ തൊഴിൽ കിട്ടുന്ന ഇന്ത്യക്കാർക്കും ശരിയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ബന്ധങ്ങൾ പുരോഗമിക്കുകയും അതുപോലെ തന്നെ മനുഷ്യ വിഭവശേഷിയുടെ കടത്ത് ശരിയായ രീതിയിൽ ശരിയായ അർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ സാധ്യത. ഈ ജനസംഖ്യ വലിയൊരു സാധ്യതയാണ്. ആ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റാണിപ്പോൾ ഉള്ളത്. അത് പരിഹാരമാണ്. അത് തീർച്ചയായിട്ടും പ്രശ്നമല്ല, പ്രശ്നത്തിനുള്ള പരിഹാരമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. പിന്നെ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു ഒറ്റ വാക്കിൽ അത് ഒതുക്കാം. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മര്യാദയ്ക്കല്ല പെരുമാറുന്നത് പാർലമെൻറ്റിൻ്റെ അഭിമാനം അദ്ദേഹം ഇല്ലാതാക്കുകയാണ്, പാർലമെൻറ്റിനെ അപമാനിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് താൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് അതിനുള്ള പ്രതികാരമാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെപ്പോലൊരാൾ OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഞങ്ങളുടെ കുടുംബത്തിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, തീരെഴുതി തന്നിരിക്കുന്നതാണ് എന്നുള്ള മനോഭാവവും അതുപോലെ ധാർഷ്ട്യവുമാണ് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതുകൊണ്ട് സമയപരിധി കൊണ്ട് നിർത്തുന്നു. അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളും എന്നുള്ളത് സംശയമില്ല. രാഹുൽ ഗാന്ധി ചെവിക്കൊള്ളാനൊന്നും പോകുന്നില്ല, പക്ഷേ ജനങ്ങൾ ചെവിക്കൊള്ളും. അതിന് വേണ്ടുന്ന മറുപടി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.